ബിബ്ലിക്കൽ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് തന്നെ ഊന്നൽ കൊടുത്ത് അത് പഠിപ്പിക്കണം എന്നൊരു വളരെ ശക്തമായ കൺവിക്ഷൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു. ബിക്കോസ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് എനിക്ക് ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കാം. അവരുടെ ബയോളജി, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്യൂബേർട്ടൽ ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സുകൾ എടുക്കാം. എന്നാൽ ഇന്ന് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്കൂളുകളിൽ ഒരു കരിക്കുലം പോലെ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്കകത്തു പോലും ദൈവവചനത്തിനകത്തുനിന്ന് വളരെ വ്യത്യസ്തവും വിപരീതവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നോർക്കുമ്പോൾ ഇതിനകത്ത് ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഉന്നത നിലവാരത്തിലിരിക്കുന്ന സൊസൈറ്റീസ് പോലും, അത് മെഡിക്കൽ സൈഡിലും ലീഗൽ സൈഡിലും എല്ലാം, അവരിന്ന് അംഗീകരിച്ച് പാസ്സാക്കിയിരിക്കുന്ന പല കാര്യങ്ങൾ പോലും ദൈവവചനപ്രകാരം ഏറ്റവും മ്ലേച്ഛതയേറിയ വിഷയങ്ങൾ എന്ന് തിരിച്ചറിയുവാനായിട്ട് ഗോഡ്ലി സ്റ്റാൻഡേർഡ്സ് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അത് ജെൻഡർ ഐഡന്റിറ്റി ഇഷ്യൂസും സെക്ഷൽ ഓറിയന്റേഷൻ പ്രോബ്ലംസ് ആണ് എന്നും അത് സർവ്വസാധാരണമാണ് എന്നും ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥാനത്ത് അങ്ങനെയല്ല. ജെൻഡർ ഐഡന്റിറ്റി അത് ഫ്ലൂയിഡ് ആണെന്നും ഓരോരുത്തരുടെ താല്പര്യങ്ങളും അനുഭവങ്ങളും അനുസരിച്ച് അവർക്ക് ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാമെന്നും ഇതൊരു സ്പെക്ട്രമാണെന്നും അത് വളരെ ശക്തമായി പറഞ്ഞ് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയയിലൂടെ അത് സർവ്വസാധാരണമായി പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ അതാണ് കേൾക്കുന്നത്. അതിനൊരു റെസ്ട്രിക്ഷൻസും ഇല്ല.